ഇണക്കിളിക്കുട്ടം ഭാഗം 12. അല്ല, എന്താ നിൻ്റെ ഉദ്ദേശം? രാവിലെ തന്നെ നട്ടം മുളക്കാത്ത കള്ളവും പറഞ്ഞ് വീട്ടിൽ നിന്ന് ചാടിയിട്ട് എങ്ങോട്ടാ? അനന്ത് ചോദിച്ചു. അതൊക്കെ ഉണ്ട് ചേട്ടൻ, മര്യാദയ്ക്ക് വണ്ടി ജംഗ്ഷനിലേക്ക് വിട്. അവൾ തിരിച്ചടിച്ചു. അവനൊന്ന് ഇരുത്തി മൂടി. വണ്ടി വളവ് തിരിഞ്ഞ് ജംഗ്ഷനിലേക്ക് തിരിഞ്ഞു. ആ ചുവട്ടിൽ ബൈക്കുമായി വരുന്ന നിൽപ്പുണ്ടായിരുന്നു. അനന്ത് വണ്ടി നിർത്തിയതും വേണി സന്തോഷത്തോടെ ഇറങ്ങി അവൻ്റെ അടുത്തേക്ക് ഓടി. അപ്പോൾ പാലം കിടന്നപ്പോൾ കൂടാണ് അല്ലേടി? അനന്ത് ദേഷ്യത്തോടെ ചോദിച്ചു. ചൂടാവാതെ ചേട്ടാ. എന്താ രണ്ടാളുടെയും പരിപാടി ഒന്ന് അറിയട്ടെ. ഒന്നുമില്ല, ബൈക്കിലൊരു കറക്കം. ബീച്ചിന് പാർക്കിലൊക്കെ ഒന്ന് കറങ്ങി വൈകുന്നേരത്തിനുള്ളിൽ തിരിച്ചു വരും, വരുൺ പറഞ്ഞു. കറങ്ങുന്നതൊക്കെ കൊള്ളാം. നമ്മുടെ വീട്ടുകാരുടെ മുന്നിലൊന്നും ചെന്ന് പെട്ടേക്കരുത്. അനന്ത് മുന്നറിയിപ്പ് കൊടുത്തു. അതൊക്കെ ഞാൻ നോക്കിക്കോളും. മോൻ ചെന്ന് വല്ലയിടത്തും പോയി വല്ലവരും പ്രേമിക്കുന്നത് നോക്കി വായും പൊളിച്ച് നിൽക്കും. പോടാ. അല്ല, ആ സാധികയോട് പറഞ്ഞിരുന്നേ ഇപ്പോൾ ഞങ്ങളെപ്പോലെ അവളുടെ ഒപ്പം ഇന്നത്തെ ദിവസം ആഘോഷിക്കാമായിരുന്നല്ലോ, വേണി പറഞ്ഞു. എന്നിട്ട് ചിലക്കാതി പോകാൻ നോക്കടി. ശരി, അപ്പോളിയാ വൈകുന്നേരം 4 മണിയാകുമ്പോൾ ഇവിടെ വന്നാൽ മതി. അപ്പോഴേക്കും ഇവിടെ ഞാൻ ഇവിടെ എത്തിച്ചോളാം. ശരി, അനന്ത് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഇരുവരും അവനോട് യാത്ര പറഞ്ഞു പോയതും അനന്ത് വണ്ടി സ്റ്റാർട്ട് ചെയ്തു. മോനെ, ഈ നിമിഷത്തിന് വേണ്ടിയാടാ ഞാനും കാത്തിരുന്നത്, അവൻ മനസ്സിൽ പറഞ്ഞു. ഭൂപതിക്കോട്ടയിലെ ഇരിപ്പിടത്തിലിരിക്കുകയായിരുന്നു അനു. കുറേ നേരമായല്ലോ, എന്നിട്ട് അനന്തവരനെ കാണുന്നില്ലല്ലോ. അവൾ പതിയെ എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു. അവൾ അല്പം ഉത്കണ്ഠയോടെ ചുറ്റും നോക്കിയതും ശരം പോലെ മുന്നിൽ ഒരു ബൈക്ക് വന്നു നിന്ന് അവൾ പേടിച്ച് പിന്നോട്ട് മാറി. ഹെൽമെറ്റ് അടിച്ച് അനന്തു അവളെ നോക്കി ചിരിച്ച്. അവൾ ആശ്വാസത്തോടെ നെഞ്ചിൽ കൈവച്ചു. പേടിപ്പിച്ചു കളഞ്ഞല്ലോ. ആണോ? സാരമില്ല, ഒരു പേടി നല്ലതാ. വാ കയറ്, അവൻ പറഞ്ഞു. അവൻ ബൈക്കിൽ കയറി. അല്ല, എങ്ങോട്ടാ യാത്ര? അതൊക്കെയുണ്ട്, പിടിച്ചിരുന്നോണേ, ഞാൻ വണ്ടി പിടിക്കുക, അനന്ത് പറഞ്ഞു. ഓ, അവൾ പറഞ്ഞു. അനന്ത് കള്ളച്ചിരിയോടെ വണ്ടി വിട്ടു. അനു ഒന്ന് ഞെട്ടി. അവൾ അവനെ ചുറ്റിപ്പിടിച്ചു. വരുണും വേണിയും ബീച്ചിലും പാർക്കിലും എല്ലാം കറങ്ങി. സന്തോഷത്തോടെ അവർ ഇരുവരും ആ പ്രണയദിനം ആഘോഷിച്ചു. ഓർക്കാൻ ഇഷ്ടപ്പെടുന്ന സന്തോഷകരമായ ഒട്ടനവധി മുഹൂർത്തങ്ങൾ. വേണിക്കും വരുണിനും സന്തോഷമായി. അങ്ങനെ ഇരുവരും ഒരു റെസ്റ്റോറൻറ്റിലെത്തി. എനിക്ക് നല്ല വിശപ്പുണ്ട്, എന്തെങ്കിലും പെട്ടെന്ന് ഓർഡർ ചെയ്യും, വേണി പറഞ്ഞു. വരുൺ മെനു കാർഡ് അവൾക്ക് നേരെ നീട്ടി. ഇതാ, നിനക്ക് ഇഷ്ടമുള്ളത് ഓർഡർ ചെയ്തോ, ഞാൻ ഒന്ന് വാഷ്റൂമിൽ പോയി വരാം, വരുൺ പറഞ്ഞു. ശരി. വരുൺ എഴുന്നേറ്റ് നടന്നു. വേണി മെനു കാർഡ് നോക്കിയിരിക്കവേ അവളുടെ മുന്നിലൂടെ 2 പേർ നടന്നുപോയി. അലസമായി മുഖമുയർത്തി നോക്കവേ വേണിയൊന്ന് ഞെട്ടി. അഞ്ജു, ഒപ്പം ഒരു ചെറുപ്പക്കാരൻ. അവൾ ചെറുപ്പക്കാരനെ സൂക്ഷിച്ചു നോക്കി. അവൾ ഒരു നിമിഷം ഞെട്ടി. തങ്ങളുടെ കോളേജിലുണ്ടായിരുന്ന ചട്ടമ്പിയായിരുന്ന രാജു ഒരു പെൺകുട്ടിയോട് മോശമായി പെരുമാറിയതിൻ്റെ പേരിൽ അനന്തവുമായി വഴക്കുണ്ടായതാണ്. അനന്ത് തന്നെയാണ് അവനെ കോളേജിൽ നിന്ന് ഡിസ്മിസ് ചെയ്യണം എന്ന് വാദിച്ചതും അവനെ പുറത്താക്കിയതും. ഈശ്വര, ഇതെങ്ങാനോ അനന്ത് വീട്ടിനറിഞ്ഞാൽ. അവൾ കാർഡ് അവിടെ വെച്ച് പതിയെ എഴുന്നേറ്റ് അവരുടെ പിന്നാലെ ചെന്നു. ഇരുവരും ചിരിച്ചുകൊണ്ട് പുറത്തേക്ക് നടന്നു. കാറിൻ്റെ ഡോർ തുറന്ന് കയറാനിരിക്കവേ അഞ്ചു പേരത് തിരിഞ്ഞു നോക്കി. വേണിയെ കണ്ട് അവൾ ഒരു നിമിഷം ഞെട്ടി. എന്തു ചെയ്യണമെന്നറിയാതെ അവൾ ആകെ തരിച്ചു നിന്നു. അഞ്ചു, എന്താ അവിടെ ഇരിക്കുന്നേ, കയറ്, അവൻ പറഞ്ഞു. അഞ്ചു ഭീതിയോടെ അവനെ നോക്കി. പിന്നെ വണ്ടിയിൽ കയറി. വേണി ആകെ തരിച്ചു നിന്നു. അപ്പോൾ വരുൺ അവിടേക്ക് വന്നു. വേണി, എന്താ ഇവിടെ ഇരിക്കുന്നേ? വരുൺ ചോദിച്ചത് അവളൊന്ന് ഞെട്ടി തിരിഞ്ഞു നോക്കി. എന്താ വേണി, എന്തു പറ്റി? അവൻ ചോദിച്ചു. ഒന്നുമില്ല. അനന്തവും അനുവും ഗ്രാമത്തിലേക്കാണ് പോയത്. അവർ പുഴക്കരയിൽ ചെന്ന് മീൻ പിടിച്ചു. താമരക്കുളത്തിലിറങ്ങി പൂ പറിച്ചു. വയൽവരമ്പിലൂടെ ഓടി. അങ്ങനെ ആ ദിവസം അവരും ആഘോഷിച്ചു. ഇനി പറ, നിനക്ക് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന്? ഞാൻ കൊണ്ടുപോകാം, അന്ന് പറഞ്ഞു. അനൊന്ന് ആലോചിച്ചു. നേരാണോ? സത്യം. എന്നാൽ ഒരു സ്ഥലത്ത് കൊണ്ടുപോകുമോ എന്ന്? ഏത് സ്ഥലം? പറയാം, ആദ്യം വണ്ടിയെടുക്ക്, അവൾ പറഞ്ഞു. ഇരുവരും വണ്ടിയിൽ കയറി. അനന്ത് വണ്ടി സ്റ്റാർട്ട് ചെയ്തു. ഈ യാത്രയാണ് ഈ കഥയെ തന്നെ മാറ്റിമറിക്കുന്നത്. നെൽപ്പാടങ്ങൾക്ക് നടുവിലൂടെ നീണ്ടുപോകുന്ന താറിട്ട റോഡിലൂടെ ബൈക്ക് പാഞ്ഞുപോയി. നമ്മളിത് എങ്ങോട്ടാണ് പോകുന്നത് അനു? അനന്ത് മനസ്സിലാവാതെ ചോദിച്ചു. ഒക്കെയുണ്ട് ചേട്ടൻ, ഞാൻ പറഞ്ഞതുപോലെ വണ്ടി ഓടിച്ചാൽ മതി, അനു പറഞ്ഞു. എന്നാലും എങ്ങോട്ടാ എന്ന് പറ. ധൃതി പിടിക്കാതെ, അതൊരു സർപ്രൈസാണ്, അനു ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അനന്ത് പിന്നെ ഒന്നും ചോദിച്ചില്ല. വണ്ടി ഒരു കവാടത്തിന് മുന്നിലെത്തിയതും അവൻ നിർത്തി. കണിവെള്ളൂർ ദേശത്തേക്ക് സ്വാഗതം എന്ന ബോർഡ് കണ്ടതും അവൻ അവളെ നോക്കി. ഇതേതാ സ്ഥലം? എവിടേക്ക് വന്നത്? അവൻ മനസ്സിലാവാതെ ചോദിച്ചു.
പറയാം. അവൾ ചുറ്റും നോക്കി. അപ്പോൾ അതുവഴി ഒരാൾ നടന്നു പോകുന്നത് കണ്ടു. ചേട്ടാ, ഒരു മിനിറ്റ് നിൽക്കണേ. അവളുടെ പേടി കേട്ട് അയാൾ നിന്നു. എന്താ കുട്ടി? ചേട്ടാ, ഈ അമ്മക്കോവിൽ എവിടെയാ മാലയിട്ട് തൊഴുന്ന? അവൾ ചോദിച്ചു. അയാൾ ഇരുവരെയും സംശയത്തോടെ അല്പം രൂക്ഷമായി ഒന്ന് നോക്കി. എന്താ ചേട്ടാ? ഒന്നുമില്ല. നിങ്ങൾ എവിടുന്നാ? അയാൾ തിരിച്ചു ചോദിച്ചു. അത് അനുവെന്ന് പരിങ്ങി. എന്താ, നിങ്ങൾക്ക് നാടൻ വീടൊന്നുമില്ലേ? അയാൾ ചോദിച്ചു. അത് കേട്ട് അനന്തുവിന് ദേഷ്യം വന്നു. താനെന്തൊരു ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ തിരക്കുന്നത്? വഴി ചോദിച്ചാൽ വഴി പറഞ്ഞു തന്നാൽ മതി, അല്ലാതെ ഞങ്ങളുടെ നാടൻ വീടൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല. അവൻ ദേഷ്യത്തോടെ പറഞ്ഞു. ചോദിക്കും. നാടും വീടും മാത്രമല്ല, നിങ്ങളുടെ തറവാട് ചരിത്രം വരെ ചോദിച്ചെന്നിരിക്കും. എന്താ? അയാൾ അല്പം ഗൗരവത്തോടെ പറഞ്ഞു. ആഹാ, താൻ ആരാടോ? ഇവിടുത്തെ സെൻസസ് എടുക്കുന്ന ഉദ്യോഗസ്ഥനാ? എൻ്റെ ചരിത്രം അറിഞ്ഞിട്ട് നീ എന്ത് ചെയ്യുന്ന? അനന്ത് അയാളോട് തട്ടിക്കയറി. അനു ഒന്ന് പകച്ചു. എന്താ ചെയ്യുന്ന പറയല്ല, പ്രവർത്തിച്ച് കാട്ടുകയാണ് ചെയ്യാറ്. അതാ ഞങ്ങളുടെ രീതി. ഓഹോ, അങ്ങനെയാണോ? എന്നെ കേട്ടോ, ഞങ്ങൾ ചിത്രശ്ശേരിയിൽ നിന്ന് വരുന്നു. അത് കേട്ടതും അയാളുടെ നെറ്റി ഒടിഞ്ഞു. ചിത്രശ്ശേരിയിൽ നിന്നോ? അയാൾ ചോദിച്ചു. അതെ, ഞാൻ തേവർ മഠത്തിലെ വിശ്വനാഥൻ്റെ പേരമകൻ അനന്തു. ഇത് പൂമംഗലത്ത് നീലകണ്ഠൻ്റെ കൊച്ചുമകൾ അനുരാധ. അവൻ പറഞ്ഞത് കേട്ട് അയാളൊന്ന് അന്താളിച്ചു. അനു ആകെ ഭയന്നു. അനന്തു മതി, വാ പോകാം. അനു അവനെ പിടിച്ചു വലിച്ചു വണ്ടിയിൽ കയറ്റി. ഇരുവരും മുന്നോട്ട് നീങ്ങവേ അയാളുടെ ഉള്ളു പിടഞ്ഞു. ശത്രുതയിലുള്ള 2 തറവാട്ടിലെ കുട്ടികളാണ് ഈ വന്നിരിക്കുന്നത്. അത് ഒരാണും മറ്റേത് പെണ്ണും. ഈശ്വര, ചരിത്രം ആവർത്തിക്കുകയാണോ? ഇല്ല, കാവിലമ്മയ്ക്ക് ഇനിയൊരു കളങ്കം വരാൻ അനുവദിക്കരുത്. എത്രയും പെട്ടെന്ന് ഈ വിവരം തമ്പ്രമുഞ്ചിനെ അറിയിക്കണം. അയാൾ വെപ്രാളത്തോടെ തിരിഞ്ഞോടി. തുടരും.